കനത്ത മഴയിൽ ദേശീയപാതയിൽ അങ്കമാലി കരയാംപറമ്പ് പാലത്തിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നു. പ്രദേശത്ത് 2 ദിവസമായി കനത്ത മഴ തുടരുകയാണ്. വിനീത വിജി കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനീത, എന്താണ് വിവരങ്ങൾ? വേണു 2 ദിവസമായി ആ പ്രദേശത്ത് കനത്ത മഴയുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് അങ്കമാലി കരയാംപറമ്പ് പാലത്തിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നത്. ഈ ദേശീയപാതയിൽ നിന്ന് അങ്കമാലിയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ കരയാംപറമ്പ് പാലം കഴിഞ്ഞ ഗർഡറുകളുണ്ട്. ഈ ഗർഡറുകൾ അവസാനിക്കുന്ന ഭാഗത്തേക്കാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. കരയാംപറമ്പ് പ്രദേശങ്ങളിൽ നിന്നും അതിശക്തമായി വെള്ളം ഒഴുകി വന്ന് പാലത്തിനോട് ചേർന്ന് ചാടുന്നിടത്താണ് ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. പോലീസ് എത്തി താൽക്കാലികമായി റിബൺ കെട്ടി ആ ഭാഗം മറച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വലിയ ഭാരമുള്ള വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതിനാൽ ഇനിയും റോഡ് ഇടിഞ്ഞു താഴാനുള്ളൊരു സാധ്യത കൂടി ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ റോഡ് സൈഡിനോട് ചേർന്ന് വരുന്ന ബൈക്ക് യാത്രക്കാരും അപകടത്തിൽപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് ദേശീയപാത അധികൃതരെ വിവരം അറിയിച്ചിട്ടുമുണ്ട് നാട്ടുകാർ. പക്ഷേ ഈ ഘട്ടത്തിൽ ആ ഭാഗങ്ങളിലേക്ക് കടന്നു വരുന്ന വാഹനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊരു കാര്യം കൂടിയാണ് പറയാനായുള്ളത്. വിനീത വിജയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.